രാവിലത്തെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഉച്ചക്കലത്തെ ചോറുണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചോറ് തിളപ്പിച്ച് ഇറക്കി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ടല്ലോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കറിവേപ്പില ഇല്ലല്ലോ എന്നുള്ള കാര്യം വിചാരിച്ചത്. അപ്പോൾ കറിവേപ്പില കുറച്ചധികം തന്നെ മുറ്റത്ത് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അധികം തന്നെ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പില കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കറിവേപ്പില അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് വാടി വരുന്നതിന് മുമ്പായിട്ട് തന്നെ തക്കാളി ഒന്ന് അരിഞ്ഞു വെക്കണം കേട്ടോ. പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. പൊടി മൂത്ത് വരുമ്പോൾ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. അങ്ങനെ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും പുളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോഴത്തേക്കും പൊടികളുടെ പാത്രമൊക്കെ എടുത്തോട് തന്നെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ വെണ്ടക്ക മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും കേട്ടോ. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മീൻകറി അവിടെ ചെറിയ തീയിൽ കിടന്ന് ആവട്ടെ. അപ്പോഴേക്കും കറിവേപ്പില ചില്ലുകുപ്പിയിൽ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തോരം നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഇരുന്നോളൂ കേട്ടോ. ഇത് എടുക്കുമ്പോൾ ഒന്ന് കഴുകിയിട്ട് എടുത്താൽ മതി എന്ന് മാത്രം. ഇനിയിപ്പോൾ മീൻ പൊരിച്ചെടുക്കാറുണ്ട്. മീനും കൂടെ പൊരിച്ചെടുത്താൽ ഉച്ചക്കലത്തെ ലഞ്ചിനുള്ള പരിപാടികൾ കഴിഞ്ഞു. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, പിന്നെ കാണാം.